നമസ്കാരം. കേരള ഗവർണർ ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചതുപോലെ എന്നാണ് അടുത്തൊരു മന്ത്രിയുടെ ഏറ്റവും പുതിയ വിശേഷണം. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കാര്യം എന്താണെന്നല്ലേ, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ കുട്ടികളെ അനുമോദിക്കാനായിട്ട് രാജ്ഭവനിൽ അവരുടെ രക്ഷാധികാരിയായ സംസ്ഥാന ഗവർണർ രാജേന്ദ്ര അർലേക്കർ രാജ്ഭവനുള്ളിൽ സംഘടിപ്പിച്ച ചടങ്ങ്. ആ ചടങ്ങിൽ മന്ത്രി ശിവൻകുട്ടി ചെന്നപ്പോഴും അവിടെ ഇരിക്കുന്നു ഭാരതാംബയുടെ ചിത്രം. അതിൽ വിളക്ക് കൊളുത്തിയത്, ഉദ്ഘാടനം ചെയ്ത് വിളക്ക് കൊളുത്തിയത് ഗവർണർ തന്നെയാണ്. എന്നാൽ മന്ത്രി പ്രസാദിനെ പോലെ ഇറങ്ങിപ്പോയില്ല, രണ്ട് വാക്ക് പറഞ്ഞിട്ടാണ് പോയത്. മന്ത്രി പറഞ്ഞത്, വി ശിവൻകുട്ടി എന്ന മന്ത്രി പറഞ്ഞത്, ഗവർണർ ആട്ടുകല്ലിന് തീപിടിച്ചതുപോലെയാണ്. ഒരു വാക്കുകൂടി പറഞ്ഞു, ഗവർണർക്കെതിരെ അല്ല തൻ്റെ പ്രതിഷേധം, ഈ ഒരു വ്യവസ്ഥക്കെതിരെയാണെന്ന് പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു. വിളിച്ചു വരുത്തിയ ഒരു ചടങ്ങിൽ നിന്നും സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി ഇറങ്ങിപ്പോകുന്നത് ശരിയാണോ? അതാണ് ഇന്ന് ആനന്ദ് TV ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഇത്തരമൊരു വിവാദം വന്ന സ്ഥിതിക്ക് മന്ത്രി ശിവൻകുട്ടി രണ്ടാമത്, മുമ്പ് മന്ത്രി പ്രസാദായിരുന്നു, ഇപ്പോൾ ശിവൻകുട്ടിയായി. ആ നടപടി ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഭാരതാംബ എന്നതല്ല ശരിക്കും പറഞ്ഞാൽ ഈ വിഷയങ്ങളുടെ ഒന്നും കാരണം. ഭാരതാംബയുടെ കയ്യിലുള്ള കൊടിയാണ്. അപ്പോൾ അത് ഭാരതാംബയുടെ കയ്യിൽ ഉള്ളത് ത്രിവർണ്ണ പതാകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമാവില്ല. പക്ഷേ ഭാരതാംബയുടെ കയ്യിൽ കാവിക്കൊടി കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് BJP പ്രസ്ഥാനവുമായിട്ട് വളരെ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൂടി അനുകൂലിക്കുന്നതിന് തുല്യം. ഈ BJP പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഒരു സിമ്പലായിട്ട് അവർ ഉപയോഗിക്കുന്നതാണ് ഈ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു രാഷ്ട്രീയ പരിപാടി, അതൊരു പൊതുവായിട്ടുള്ളൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു BJPയുടെ ഒരു ചിഹ്നം ഉപയോഗിക്കുക, അല്ലെങ്കിൽ അവർ പൊതുവായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം ഉപയോഗിക്കുക എന്ന് പറയുന്നത് വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് വഴിതെളിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എന്തിനവിടെ പോയത്? സംസ്ഥാനം രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് കേരളത്തിൻ്റെ ഭരണഘടനാ തലവനായ കേരള ഗവർണറുടെ രാജ്ഭവൻ, ആസ്ഥാനമായ രാജ്ഭവൻ, അവിടെ ഭാരതാംബയുടെ ചിത്രമുണ്ട്, രാഷ്ട്രപതിമാരുടെ ചിത്രമുണ്ട്, മുൻ ഗവർണർമാരുടെ ചിത്രമുണ്ട്. അവിടെ വെച്ച് പൂജിക്കുന്നത് ഭാരതാംബയുടെ ചിത്രമാണ്. അതിൽ ആ ചിത്രം അവിടെ ഈ ഗവർണർ പറയുന്നത് ആ ചിത്രം അവിടെ ഉണ്ടായിരുന്നതാണ്, താൻ കൊണ്ടുവന്നതല്ല. ഇപ്പോഴെന്താണ് മന്ത്രിമാർക്ക് പുതിയ വിവാദം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗവർണറുടെ ഏറ്റവും പുതിയ ട്വീറ്റ് വന്നിരിക്കുന്നത്, ഞാൻ ഇതിലോട് ഐ ആം നോട്ട് ഗോയിങ് ടു ഡു എവേ വിത്ത് ഭാരതാംബ, ഞാൻ ഭാരതാംബയെ ഉപേക്ഷിച്ചിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നാണ് ഗവർണർ ഇപ്പോൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു മന്ത്രി, ഉത്തരവാദിത്തപ്പെട്ടൊരു മന്ത്രിയാണ്, ആ മന്ത്രിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. കുട്ടികളെ, അതായത് രാജ്യപുരസ്കാർ പരീക്ഷ എഴുതി പാസ്സായ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിലെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നിന്ന് വന്ന കുട്ടികൾ, സ്കൗട്ട്സ് കുട്ടികളും ഗൈഡ്സിലെ കുട്ടികളും, ആ കുട്ടികൾക്ക് അവിടെ രക്ഷാധികാരിയായി ഗവർണർ ചുമതലയേൽക്കുന്ന ഒരു ചടങ്ങ് അത് കുട്ടികളുടെ മുന്നിൽ വെച്ച് നടക്കുന്നു. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് രാജ്യപുരസ്കാറിൻ്റെ അവാർഡ്, ആ സർട്ടിഫിക്കറ്റ് പ്രതീകാത്മകമായി ഗവർണർ കൈമാറുന്നു. ആ ഒരു ചടങ്ങായിരുന്നു. അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ എത്രത്തോളം വിഷമം കാണും. നമ്മുടെ കൊച്ചുകുട്ടികളെ പറയും ശിവൻകുട്ടി അപ്പൂപ്പൻ എന്ന്, ഇവരും പറയുന്നു ആ ശിവൻകുട്ടി അപ്പൂപ്പൻ, അവധിയുണ്ട് അപ്പൂപ്പ എന്നൊക്കെ ഇവർ തമാശയ്ക്ക് ഫേസ്ബുക്കിലൂടെയൊക്കെ ചോദിക്കുന്ന കുട്ടികളാണ്. ഗൈഡ്സ് ആൻഡ് സ്കൗട്ട്സിൽ പെട്ട ഉത്തരവാദിത്തപ്പെട്ട ചില ചുമതലകൾ നിർവഹിക്കുന്ന കുട്ടികളാണ്. ഈ കുട്ടികൾ വന്നിരിക്കുമ്പോൾ മന്ത്രി രണ്ട് വാക്ക് പറയാൻ കുട്ടികളുടെ മുന്നിൽ വച്ചിട്ട്, ഞാൻ എതിർക്കുന്നത് ഗവർണറെയല്ല, ഞാൻ എതിർക്കുന്നത് ഭാരതത്തിൻ്റെ ഈ വ്യവസ്ഥയാണ്, ഇത് അവസാനിപ്പിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപി സ്റ്റൈലിൽ രണ്ട് ഡയലോഗ് അടിച്ചിട്ട് ഒരു മന്ത്രി പോകുക എന്ന് പറഞ്ഞാൽ, മന്ത്രി പ്രസാദ് ഇതുപോലും ചെയ്തില്ല. പക്ഷേ മറുപടി പറഞ്ഞു പോയിട്ട് ആരുടെ കൈയടി നേടാനാണ്? ഇടത് ഹാൻഡിലുകളുടെ കൈയടി മാത്രമല്ലേ ശിവൻകുട്ടി എന്ന മന്ത്രി കിട്ടുകയുള്ളൂ എന്നാണ് എൻ്റെ ചോദ്യം. ശരിക്കും പറഞ്ഞാൽ ഏത് നേതാക്കളായിക്കോട്ടെ, അവർ ഒരു പൊതു തെരഞ്ഞെടുപ്പിലൂടെ ഭരണത്തിലേക്ക് വരുമ്പോൾ അത് മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ ഹിന്ദുവെന്നോ പാഴ്സിയെന്നോ ജൂതനെന്നോ എന്നോ നോക്കിയിട്ടല്ല. അവർ ആരൊക്കെയാണോ തിരഞ്ഞെടുപ്പിൽ പൊതുജനം ആർക്കൊക്കെയാണോ വോട്ട് ചെയ്യുന്നത് അവരാണ് പൊതുവെ നമ്മുടെ കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ. ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. അപ്പോൾ നമുക്കവിടെ മതം അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ, അതിനെ ഒന്നും പ്രതിനിധീകരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ ഞാൻ വോട്ട് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു BJPയിലെ ഒരു അനുഭാവി വോട്ട് കൊടുത്തിട്ടാണോ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ അനുഭാവി വോട്ട് കൊടുത്തിട്ടാണോ വിജയിച്ചതെന്നുള്ളതല്ല. പൊതുവായി ഒരു രാജ്യത്തിൽ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ പൊതുക്ഷേമം നോക്കാനുള്ള ഉത്തരവാദിത്വം മുഴുവൻ മന്ത്രിമാരായിക്കോട്ടെ ജനപ്രതിനിധികളായിക്കോട്ടെ അവർക്കുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു വിളക്ക് കൊളുത്തൽ, അത്തരത്തിലുള്ള ആചാരങ്ങളൊന്നും നടത്തേണ്ട
ആവശ്യമില്ല എന്നതാണ് ഈ ഇടതുപക്ഷത്തിൻ്റെ തന്നെ പൊതുവായിട്ടുള്ള അഭിപ്രായം. അവർ ഇത്തരം വിശ്വാസങ്ങളിലൊന്നും വിശ്വസിക്കുന്നവരല്ല. അപ്പോൾ വിളക്ക് കൊളുത്തേണ്ട കാര്യമില്ല. എന്നിട്ട് തന്നെ മന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഗാന്ധിജിയുടെ ചിത്രം ഉണ്ടായിരുന്നു, അത് വെച്ചിരുന്നെങ്കിൽ പിന്നെയും പ്രശ്നമില്ല എന്നുള്ളത്. ഗാന്ധിജിയെ നമ്മുടെ രാഷ്ട്രപിതാവായിട്ട് നമ്മൾ അംഗീകരിച്ചതാണ്. അപ്പം അതുപോലൊരു വ്യക്തി വെക്കുന്നത് കൊണ്ട് ഏറെ പ്രശ്നം. പക്ഷെ കാവിക്കൊടി പിടിച്ച ഭാരതാംബ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് BJP പ്രസ്ഥാനത്തിനെ അതിന് അവരുടെ ഒരു പൊതുപരിപാടി എന്ന തരത്തിലേക്ക് തന്നെ മാറും. ഇത് ഇന്ത്യയിലെ ഒരു പരിപാടി അല്ലെങ്കിൽ കേരളത്തിലെ കുട്ടികളെ നമ്മൾ അവരുടെ ഒരു അനുമോദിക്കുന്ന പരിപാടി, അങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൊടുക്കേണ്ട യാതൊരു കാരണവുമില്ല. പക്ഷേ ഇത് കുട്ടികളുടെ മനസ്സെത്രത്തോളം വേദനിച്ചു വേണം. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പരിപാടിയല്ലായിരുന്നു, പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിപാടിയായിരുന്നു. ആ മന്ത്രി പ്രതിദാനം ചെയ്യുന്ന മന്ത്രിയുടെ വകുപ്പിൻ്റെ പരിപാടിയാണ്. അത് മന്ത്രിയുടെ വകുപ്പിലാണ് ഈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഉൾപ്പെടുന്നത്. അതിൻ്റെ സ്റ്റേറ്റ് ഘടകത്തിൻ്റെ പരിപാടിയായിരുന്നു. അവർക്കിതൊന്നും അറിയില്ല. അവർ കുട്ടികളെ ഗവർണർ രാജ്ഭവനിൽ നിന്ന് വിളിക്കുന്നു, ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുന്നു. വളരെ അഭിമാനത്തോടെ അവർ ചെന്ന് നമ്മൾ പ്രധാനമന്ത്രിയുടെ മുന്നിൽ പോയി നിൽക്കുന്നത് പോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ ഭരണ തലവൻ അവിടെ പോയി കുട്ടികൾ വാങ്ങിക്കുന്നു. രാജ്ഭവനിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് മന്ത്രി P. പ്രസാദിൻ്റെ സംഭവത്തോടെ തന്നെ സംസ്ഥാനത്തെ മറ്റ് മന്ത്രിമാർക്കൊക്കെ അറിയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചോദിച്ചുകൂടെ, ഇവിടെ ഈ ചിത്രമുണ്ടോ? നിങ്ങൾ വിളക്ക് രാജ്ഭവൻ PR വിളിച്ച് ചോദിച്ചുകൂടെ, നിങ്ങൾ വിളക്ക് കൊളുത്തുന്ന ഭാരതാംബ ചിത്രത്തിലാണോ? എങ്കിൽ പോകാതിരുന്നാൽ പോലെ, അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ചെന്നിട്ട് പ്രതിഷേധിച്ച് ഇറങ്ങി വരിക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് മെസ്സേജാണ് ഒരു വിദ്യാഭ്യാസ മന്ത്രി കൊടുക്കുന്നതെന്നാണ് ചോദ്യം. അന്ന് ഗവർണർ ഇങ്ങനെ ഒരു കൃഷിമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു വിവാദം ഉണ്ടായപ്പോൾ ആദ്യം ഇതിന് അനുകൂലിച്ച് നിന്ന ഗവർണർ തന്നെ പിന്നീട് ഇത്തരം ചർച്ചകൾക്കൊന്നും താൻ തയ്യാറല്ല എന്നുള്ളതും ഇത് മാറ്റിവെക്കാൻ, എല്ലാ പരിപാടികളിൽ നിന്നും ഇത് മാറ്റിവെക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു പ്രസ്താവന ഇറക്കിയിരുന്നു. അപ്പോൾ ആ പ്രസ്താവന ഇറക്കി കഴിയുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു ഗവർണർ ഒരു പ്രസ്താവന ഇറക്കി കഴിഞ്ഞാൽ അത് ഉറച്ചു നിൽക്കണ്ടേ, അത് വേണ്ടേ ചെയ്യണം. ഇപ്പോൾ ഈ പരിപാടിയിൽ പിന്നെ വീണ്ടും ഇത് വെക്കേണ്ട ഒരു കാര്യമില്ല. അതും ഇടതുപക്ഷത്തിന്, ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷമാണ്, അവർക്ക് വ്യക്തമായ എതിർപ്പുണ്ട് എന്നറിഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വിവാദം സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയല്ലേ ഇത് ചെയ്തത് എന്ന് ചോദിച്ചു. പക്ഷേ ഗവർണർ പറയുന്നത് ഞാൻ ഇതുമായിട്ട് ഇനി ഭാരതാംബയെ ഉപേക്ഷിച്ചുള്ള ഒരു പരിപാടിക്കും തന്നില്ലെന്ന് വീണ്ടും ഗവർണർ ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഒക്കെ കുറിച്ചിട്ടുമുണ്ട്. കാരണം താൻ തൻ്റെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല. കാരണം കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടാണ് താൻ ഇവിടെ വന്നിരിക്കുന്നത്. അത് BJP സർക്കാരാണെങ്കിൽ BJPയുടെ ആ ചിന്തഗതി അല്ലെ പ്രോപ്പഗണ്ട ഇവിടെ നടപ്പാക്കുമെന്നല്ല, അത് താൻ രാജ്ഭവനിൽ പ്രതിഫലിപ്പിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് പാർട്ടി ഓഫീസല്ല, രാജ്ഭവനാണെന്നാണ് പുള്ളിയും പറയുന്നത്, ഗവർണർ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു രാഷ്ട്രീയപരമായിട്ട് ഇതിനെ ഒരു വലിയ വിഷയമാക്കി മാറ്റാൻ തന്നെയാണോ മന്ത്രിമാർ തീരുമാനിച്ചിരിക്കുന്നത്, അതോ വേറെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ മന്ത്രിമാർക്ക്, അതോ ഇടതുപക്ഷത്തിൻ്റെ ഒരു ബഹുസ്വരത എന്നൊക്കെ പറഞ്ഞ് ഒരു വളഞ്ഞ് തിരിഞ്ഞു പോകാൻ? കാരണം കൃഷിമന്ത്രി തുടക്കമിട്ടതാണ്, P. പ്രസാദാണ്. സ്വന്തം വകുപ്പിലെ കാര്യങ്ങൾ പോലും കൃത്യമായി നോക്കാൻ അറിയാത്തൊരു മന്ത്രിയാണ് രാജ്ഭവനിൽ പോയിട്ട് അവരുടെ വകുപ്പിൻ്റെ പരിപാടിയിൽ നിന്നും അന്ന് ബഹിഷ്കരിച്ചിറങ്ങി പോകുന്നു. ഇത് മന്ത്രി ശിവൻകുട്ടി ചെല്ലുന്നു. അപ്പോൾ മാധ്യമങ്ങൾക്കറിയാം അകത്ത് ഭാരതാംബയുടെ ചിത്രമുണ്ട്, അതിൽ കൊടിയുണ്ടോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഈ ഭാരതാംബയുടെ ചിത്രത്തിൽ എന്തായാലും ഒരു കൊടി ഉണ്ടാകും. നമ്മൾ യൂട്യൂബിൽ എവിടെ സെർച്ച് ചെയ്ത് നോക്കിയാലും ഭാരതാംബയുടെ ചിത്രത്തിൽ കയ്യിലൊരു കൊടി ഉണ്ടാകും. അന്ന് ഭാരതാംബ, ഭാരതത്തിൻ്റെ മാതാവ് എന്ന് പറയും. അത് BJPയുടേതായാലും ദേശീയ തലത്തിൽ ഏത് ഹൈന്ദവ സംഘടനകളുടേതായാലും ഭാരതാംബ എന്ന് പറയുമ്പോൾ ഒരു കയ്യിലൊരു കൊടി ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചിത്രം ഉണ്ടെന്ന് മാധ്യമങ്ങൾക്കറിയാം. അങ്ങനെയാണ് മാധ്യമങ്ങൾ പുറത്ത് കാത്തു നിന്നതും. അല്ലെങ്കിൽ ഇത്തരമൊരു പരിപാടിക്ക് അതൊരു ഇൻഹൗസ് പ്രോഗ്രാമാണ്, ക്ലോസ്ഡ് പരിപാടിയാണ്, മാധ്യമങ്ങൾക്ക് ക്ഷണമുണ്ടായിരുന്നില്ല. മാധ്യമങ്ങൾ പുറത്ത് കാത്തു നിന്ന് അവർക്കറിയാമായിരുന്നു. അല്ലെങ്കിൽ മന്ത്രി ഓഫീസിൽ നിന്ന് വ്യക്തമായ സന്ദേശം കൊടുത്തിരുന്നു, മന്ത്രി പോകുന്നുണ്ട്, ബഹിഷ്കരിച്ച് തിരിച്ചു വരും. അതാണ് പുറത്ത് വീറും ഭാഷയുടെ മന്ത്രി മാധ്യമങ്ങൾക്ക് മുമ്പിൽ ബൈറ്റും കൊടുത്തത്. ആ നടപടി ശരിയാണോ? എൻ്റെ അഭിപ്രായത്തിൽ ആ നടപടി ശരിയല്ല. കാരണം കുട്ടികളുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ മന്ത്രി അംഗൻവാടി കുട്ടികളുടെയോ അവരുടെ ആവശ്യങ്ങൾക്ക് മന്ത്രി എപ്പൂപ്പൻ തിരിച്ച് മറുപടി നൽകുന്നു എന്ന് പറഞ്ഞിട്ട് വിരോധം അടിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് വിവരവും പക്വതയൊക്കെയുള്ള മുതിർന്ന കുട്ടികളായിരുന്നു ഇവർ. ഇത്രയും കുട്ടികളും അവരുടെ കുടുംബവും അവരുടെ അധ്യാപികന്മാരും ഒക്കെ ചിന്തിക്കില്ലേ ഈ മന്ത്രി ഇങ്ങനെയാണോ എന്ന്? അതിനുത്തരമുണ്ടോ? സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ ഉള്ള കുട്ടികളാണ്. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടത്, അതായത് നമ്മുടെ ഒരു സൈന്യത്തിൽ ഇന്ത്യയുടെ സുരക്ഷയുടെ ഏറ്റവും താഴെ തട്ട് നിൽക്കുന്ന അതിൻ്റെ സുരക്ഷയെപ്പറ്റി ഒരു അവബോധം ഉണ്ടാകുന്ന കുട്ടികളാണ്. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് നാം ഒരു രാജ്യത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിന് വേണ്ടിയോ അല്ല പ്രവർത്തിക്കേണ്ടത്. മുഴുവൻ രാജ്യത്തിലെ ജനങ്ങൾക്കും അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളൊരു ബോധം ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടായി എന്ന് ഞാൻ പറയും. നമ്മുടെ ക്ഷേത്രങ്ങളുടെയൊക്കെ ഉത്സവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലഘട്ടം വരെ ഈ ഉത്സവങ്ങളൊക്കെ ഒരു നാടിൻ്റെ ആഘോഷമായിരുന്നു. ഒരു നാട്ടുകാരുടെ അല്ലെങ്കിൽ ഒരു
ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു മതവിഭാഗത്തിൻ്റെയും ആഘോഷമായിരുന്നില്ല ഉത്സവങ്ങളൊന്നും. പക്ഷേ കാലക്രമേണ ഈ RSS BJP എന്ന് പറയുന്ന ഒരു ഹിന്ദു സംഘടനയുടെ വലിയൊരു മുന്നേറ്റം ഉണ്ടായത് ഈ ക്ഷേത്രങ്ങളിലേക്കാണ്. ക്ഷേത്രങ്ങളിൽ ഉണ്ടായതോടുകൂടി അത് ഹിന്ദുക്കളുടെ മാത്രം ആഘോഷമായി മാറി. കാലക്രമേണ അത് RSSകാരുടെയും BJPയുടെയും മാത്രം ആഘോഷമായിട്ട് മാറി. ശരിക്കും പറഞ്ഞാൽ ഉത്സവം ആയിക്കോട്ടെ, ക്രിസ്മസോ പെരുന്നാളോ എന്തോ ആയിക്കോട്ടെ, അതൊരു നാടിൻ്റെയും ഒരു ജനതയുടെ മുഴുവൻ ആഘോഷമാക്കി മാറ്റി മതേതര രാജ്യമാണ് ഇന്ത്യ. ഒരു മതത്തിനെയും പ്രത്യേക പരിഗണന കൊടുക്കാതെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒന്നിച്ച് കാണണം എന്നുള്ളൊരു സംസ്കാരം കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യയാണ്. അപ്പോൾ ആ ഇന്ത്യയിൽ ഒരു മതവിഭാഗത്തിൻ്റെ കൊടി ഭാരതാംബയ്ക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഭാരതാംബയ്ക്ക് ഇന്ത്യൻ പതാകയുണ്ട്, ദേശീയ പതാകയുണ്ട്, എല്ലാവരും ബഹുമാനിക്കുന്ന ദേശീയ പതാക ഏന്തിയ ഒരു ഭാരതാംബയാണെങ്കിൽ ഇത്തരം വിവാദങ്ങൾ ആദ്യം മുതലേ ഉണ്ടാകുമായിരുന്നു. ഇനി ഒരു പക്ഷേ ഇടതുപക്ഷം ഭാരതാംബ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മാത്രം വിവാദം ഉണ്ടാക്കിയാലും മറ്റാരും ഒരിക്കലും ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കില്ലായിരുന്നു. കയ്യിലെ കൊടിയുടെ നിറമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത്. അപ്പോൾ ഭാരതാംബയുടെ കയ്യിലെ ആ കാവി കൊടിയായിരുന്നു ഇവിടെ മന്ത്രി വി ശിവൻകുട്ടിക്കും പ്രശ്നം. മറ്റേതെങ്കിലും ഒരു കൊടിയായിരുന്നെങ്കിൽ മന്ത്രി ധൈര്യപൂർവ്വം അവിടെ നിന്ന് ആ പരിപാടി തീരുന്നത് വരെ നിന്ന് കുട്ടികൾക്കൊപ്പം ഫോട്ടോയും എടുത്ത് മാറിയത്. പക്ഷെ ഗവർണർ ആ കുട്ടികൾക്കൊപ്പം നിന്ന് ഫോട്ടോ ചിത്രമൊക്കെ എടുത്ത് അവരുമായി സംവദിച്ച ശേഷമാണ് ആ പരിപാടി അവസാനിപ്പിച്ചത്. എന്തായാലും ഇതൊരു അടുത്തൊരു വിവാദമാണ്. ഇനി അടുത്ത ഏത് മന്ത്രിയാണ് ഇതേപോലെ രാജ്ഭവനിലേക്ക് ഈ ചിത്രമുണ്ട് എന്നറിഞ്ഞിട്ട് അവിടെ ചെല്ലുന്നതും പരിപാടി ബഹിഷ്കരിച്ച് തിരിച്ചു വരുന്നതും എന്നിനി കാത്തിരുന്ന് കാണാം. എന്തായാലും ഗവർണറുടെ നിലപാട് വീണ്ടും വ്യക്തമാക്കി കഴിഞ്ഞു. ഈ ഭാരതാംബയുടെ ചിത്രം അല്ലെങ്കിൽ ഭാരതാംബ ഉപേക്ഷിച്ചുള്ള ഒരു പരിപാടിക്കും താനില്ലെന്ന്.